പറഞ്ഞ പിശാചിനെ വിട്ടത് ആരാണ്? പിശാച് വന്ന് ദൈവം അനുവദിക്കാതെ വല്ല പിശാചിന് നമ്മുടെ അടുത്ത് വരാൻ, ഒരു വിശ്വാസത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ജോബിൻ്റെ കഥ നോക്കിയാൽ മതി. ജോബിൻ്റെ കഥ എന്താ പറയണത്? ജോബ് പിശാചിൻ്റെ അടുത്ത് തലയിലും കെട്ടി വന്ന് എന്നിട്ട് പറയണത്, അപ്പോൾ ദൈവം ചോദിച്ചു, നീ ഭൂമിയിൽ പോയല്ലേ? ആ, ഞാൻ ഭൂമിയിൽ പോയി. എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? അപ്പോൾ പിശാച് തലയാട്ടി, ഞാൻ കണ്ട്. എന്താണ്? അവനെപ്പോലെ നീതിമാനായിട്ട് ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് ജോബ്. അപ്പോഴേ പിശാച് അടുത്ത തുറുപ്പ് വിട്ടേ പറഞ്ഞത്, അവനെന്താ കുഴപ്പം? അവന് ഒത്തിരി ഒട്ടകങ്ങളുണ്ട്, ഒത്തിരി പാടശേഖരങ്ങളുണ്ട്, അവന് ഒത്തിരി കന്നുകാലികളുണ്ട്, വേലക്കാരുണ്ട്, മക്കളുണ്ട്. നീ ദൈവം എല്ലാം അവന് കൊടുത്തില്ലേ? പിന്നെ അവൻ നിന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താ ഇത്രയ്ക്ക് വീമ്പ് പറയാനിരിക്കണതെന്ന് ചോദിച്ചു. നീ പറഞ്ഞിട്ട് അവൻ്റെ വസ്തുവിന് ചുറ്റും വെയിലും കെട്ടി വെച്ച് നീ അവനെ സംരക്ഷിക്കുകയാണ്. പിന്നെ അവന് നീതിമാനായിട്ട് ജീവിക്കുന്നതിന് എന്നാ കുഴപ്പം, എന്നാ മുടക്കെന്ന് ചോദിക്കും. പിശാച് ദൈവത്തോട് ചോദിക്കും. എന്നിട്ട് പറയും, നീ അവൻ്റെ വെയിലൊന്ന് പൊളിക്കാൻ നീ എന്നെ അനുവദിക്കുമെന്ന് ചോദിക്കും.